ഹലോ ഗായ്സ്, ഇന്ന് നമ്മള് കേരളക്കാർക്ക് ഊട്ടി വയനാടൊക്കെ എങ്ങനെയാണോ അതേപോലെ അടിപൊളി കോട വൈബ് കിട്ടുന്ന ഒരു ഏരിയക്കാണ് പോണത്. ഗെന്തിങ് ഹൈലൻഡ്സ്. ചുരത്തിന്റെ ഓരോ വളവ് കഴിയുമ്പോഴും ഓരോ വൈബ്. പുകട്ടുപിടിക്കാണ്ട് ഒരുമാതിരി കഥ എന്ന് പറഞ്ഞ മാതിരി ആകെ പുക. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തിരിഞ്ഞു, അപ്പൊ കണ്ടൊരു കൊട്ട ഇങ്ങനെ പോണു. എന്താ രസം. സത്യത്തിൽ ഞാൻ ആ കൊട്ട ലക്ഷ്യമാക്കിയിട്ടാണ് ഈ പോണത്. അവസാനം ഗെന്തിങ് ഹൈലൻഡ്സിലെ ഏറ്റവും ടോപ്പിലെ സ്കൈ വേൾഡ് മാളിലെത്തി. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ഈ പറയണ കൊട്ടന്റെ ഉത്ഭവം. എത്തിയപാടെ വണ്ടി പാർക്ക് ചെയ്ത് മേലക്കാണ്ട് വണ്ടി കയറ്റി ടിക്കറ്റ് അങ്ങോട്ട് എടുത്തു. ബീവറേജിന് മുന്നിൽ വരി കണ്ടമാര് ഇവിടെ സാധാരണ വരിയൊക്കെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. വന്നോക്കിയപ്പോ വരിയൊന്നും കണ്ടില്ല. വരി കാണാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന ടൈമും ഞാൻ വന്ന ഏരിയയും. സാധാരണ അല്ല, താഴത്തെ മാളുന്ന മേപ്പെട്ടാണ് കയറലാണ്. ഞാനോ മേലക്കാണ് വണ്ടി എന്നിട്ട് താഴത്തേക്കണ്ട് ഇറങ്ങി. കുറച്ചേരം കാത്തു തുറന്നപ്പോ വണ്ടി കണ്ട് വന്നു. ഞാൻ വണ്ടി അങ്ങോട്ട് കയറി. ആദ്യമായിട്ട് കയറിയോണ്ട് അറിയില്ല, ഈ ടെഡ്ഡി ബിയറിന്റെ മൈനുള്ള ഈ സാധനത്തിന് ചിരി കണ്ട എന്താ രസം. അത് കഴിഞ്ഞ് വണ്ടി കണ്ട് സ്റ്റാർട്ടായി ഫും എന്നാണ് പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ വലിയ സ്പീഡൊന്നും ഇല്ലേനി. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് എന്റെ വണ്ടിക്ക് രണ്ടാൾക്കാരാണ് വണ്ടിക്കായി. മലേഷ്യൻസിനൊന്നും സാധാരണ താടി ഉണ്ടാവില്ല. ഇവന്റെ താടി കണ്ട് ഞാൻ നെട്ടി. പന്തളിക്കാരൻ ജിന്നക്കട് മാറിക്കും. ഓനെ കണ്ടപ്പോ എനിക്ക് എന്റെ വല്യമാനെ ഓർമ്മ വന്ന്. വല്യമാന്റെ ചേലുള്ളതുകൊണ്ടല്ലേട്ടാ, ഓന്റെ താടി കണ്ടപ്പോ വല്യമാന്റെ അടുത്തുള്ള കൊറ്റനാട്ടിനെ ഓർമ്മ വന്നു. പയിച്ച് നിക്കണ എനിക്ക് ഓനെ അങ്ങോട്ട് നിന്നപ്പോ പള്ള കുറച്ച് നടന്നു. കുറച്ചേരം മൂലക്കാണ് നീങ്ങിയിരുന്നാണ് ഞാനൊന്നും അങ്ങോട്ട് മെയിനായി. മണ്ടൻ ചൊറിഞ്ഞ കുത്തിർന്ന് പോകേണ്ടത് ചൈനീസ് ടെമ്പിൾക്കാണ്. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം അത്.